നമസ്കാരം. കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം പറയുകയാണേ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണോ? നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. വ്യൂസിൻ്റെ എണ്ണമൊക്കെ കൂടി വരുന്നുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ വിളിച്ചു, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. നിങ്ങളിത് കേൾക്കണ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ കരുതുകയാണ്. ചുമ്മാ അതെങ്കിലും അങ്ങ് കരുതി പോവുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യം വിശ്വാസം എന്ന കാന്തം, അതിനെ പറ്റിയാണ്. വിശ്വാസം എന്ന കാന്തം അടിപൊളിയല്ലേ? നമ്മൾ ജീവിതമാകുന്ന കോണിപ്പടികൾ ചിലർ സുഖമായിട്ട് അങ്ങനെ കയറിപ്പോണത് കാണാം. മറ്റു ചിലർക്ക് താഴത്തെ പടിയിൽ തന്നെ അങ്ങോട്ട് തളർന്നിരിക്കണതും കാണാൻ പറ്റും അല്ലേ? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണത് എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പറയാം. ചിന്താശേഷിയെ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ആദ്യമായിട്ട് വേണ്ടത് വിശ്വാസത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ്. വിശ്വാസത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ധാരണ അല്ലേ? ജീവിതത്തിൽ വിജയം നേടുന്ന ഏതൊരാളുടെയും ഉള്ളിൽ എന്തോ ഒന്ന് ഉണ്ട്, എന്തോ ഒന്ന് കുടികൊള്ളുന്നുണ്ട്. ആ എന്തോ ഒന്ന് വിശ്വാസമല്ലാതെ മറ്റൊന്നുമല്ല. എത്താൻ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ അതിവേഗത്തിൽ തന്നെ എത്താൻ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങളെ സഹായിക്കും. അതിനൊരു ഒരു കാര്യമുണ്ടേ. നമ്മളുടെ ഒരു കഥ എന്നൊന്നും പറയാൻ പറ്റില്ല, യഥാർത്ഥ ജീവിതത്തിലെ ഒരു സംഭവമാണത്. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മളുടെ പല ആൾക്കാരുടെയും ജീവിതവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം. ഒരു ചെറുപ്പക്കാരൻ ഒരു കമ്പനിയിൽ ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് ഒരു പുസ്തകം കിട്ടുന്നത്. ആ പുസ്തകത്തിൽ അതും ഒരുപാട് പഴക്കമുള്ള അതിപുരാതനമായിട്ടുള്ള ഒരു പുസ്തകം എന്നൊക്കെ പറയാം. അത് കയ്യിൽ വന്ന് പെട്ടപ്പോൾ അദ്ദേഹം അതിലെ ഓരോ വാക്കുകളും ഓരോ ചിത്രവും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രയോഗിക്കുകയൊക്കെ ചെയ്തു. അതിൽ നിഗൂഢമായ നിർദ്ദേശങ്ങൾ അയാൾ ശ്രദ്ധാപൂർവം പരിശീലിച്ചു എന്ന് വേണം പറയാൻ. അധികം താമസിയാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അങ്ങോട്ട് സംഭവിക്കുകയാണ്. ഇന്ന് അയാൾ സ്വന്തം സ്ഥാപനങ്ങളുടെ ഉടമയാണ്. അയാളുടെ ജീവിതം അങ്ങനെ അങ്ങോട്ട് മറിയാം. ആരാ എന്താന്ന് ഞാൻ പറയണില്ല, അത് ഒരു രഹസ്യമായിട്ടിരിക്കട്ടെ. രഹസ്യം അല്ലേ, സീക്രട്ട്. ഇതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പത്തിനും ഒക്കെ ഒരു സ്വകാര്യതയുണ്ട്. ആ രഹസ്യങ്ങളാണ് എല്ലാവരും ഇങ്ങോട്ട് പരസ്യക്കാറില്ല അല്ലേ? എന്നാൽ പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ടാണെങ്കിലും ഫോളോ ചെയ്ത് നോക്കാനൊക്കെ ധൈര്യപ്പെടുന്ന ആൾക്കാരുടെ ജീവിതത്തിലാണ് മാറ്റം സംഭവിക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ള ഈ മാറ്റം വിളിച്ചു പറയാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ജീവിത വിജയം വരിച്ച മറ്റു പലരെയും പോലെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു അനുഭവസ്ഥൻ തൻ്റെ വിജയരഹസ്യം മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റുപറയാൻ തയ്യാറല്ല. അതുകൊണ്ട് അയാളുടെ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതേ അനുഭവങ്ങളുള്ള, അതിനേക്കാൾ മനോഹരമായിട്ടുള്ള അനുഭവങ്ങളുള്ള ആൾക്കാരും നമ്മുടെ ചുറ്റിലും ഉണ്ട്. ചിന്തകൾക്ക് ഓജസ്സും ഊർജവും നൽകുന്നത് വിശ്വാസമാണ്. ചിന്തകൾക്ക് ഭൗതിക രൂപം നൽകുന്നതും വിശ്വാസം തന്നെയാണ്. വിശ്വാസം കൂടാതെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. വിശ്വാസത്തോടു കൂടിയുള്ള സമീപനം അല്ലേ? നമ്മൾ ആദ്യം വിശ്വസിക്കണം. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പം വിശ്വാസം പ്രധാന ഘടകമാണ്.
വിശ്വാസം 2 തരമുണ്ട്. ഒന്ന് നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം, രണ്ടാമത്തേത് സർവ്വവ്യാപിയായ ഒരു മഹാപ്രജ്ഞയിലുള്ള വിശ്വാസം, അല്ലേ? ഈ പ്രപഞ്ചത്തെ നമ്മൾ വിശ്വസിക്കുക. ഒന്ന് നമ്മൾ ആദ്യം എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എന്നിലുണ്ടാവുക. പിന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഈ പ്രകൃതി, ഈ പ്രപഞ്ചം എനിക്ക് ഉണ്ടാക്കിത്തരും എന്നുള്ള വിശ്വാസം. ഒന്നാമത്തതിനെ തന്നെ ആദ്യം വിശകലനം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് നോക്കേണ്ടി വരും. നിങ്ങൾക്ക് ചെയ്യാനും നേടാനും ആഗ്രഹിക്കുന്നത് ചെയ്യാനും നേടാനും നിങ്ങൾക്ക് കഴിയും. അതിനുള്ള കെൽപ്പുണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. മറ്റു പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ മറ്റു വീഡിയോകളിലോ ഒക്കെ പറയണ പോലെ അല്ലെങ്കിൽ ചെയ്യുന്ന പോലെ ആത്മവിശ്വാസം വികസിപ്പിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചല്ല ഈ പറയണതൊക്കെ കേട്ടോ. പകരം അത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അതാണല്ലോ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അതിനാണ് നമ്മൾ ഈ മെത്തേഡുകളെല്ലാം ഫോളോ ചെയ്യുന്നത്. ധ്യാനം 2-3 മിനിറ്റും 5 മിനിറ്റിലൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു ധ്യാനങ്ങളെ പറ്റിയിട്ട് കുറച്ച് നേരം നമ്മുടെ കൂടെ ഇരിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് വീഡിയോസിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത്. അതുപോലെ ഉള്ള ഒരു ധ്യാനത്തെ പറ്റിയിട്ടാണ്, ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതും നമ്മൾക്കൊന്ന് ശ്രമിച്ച് നോക്കാവുന്നതാണ്. ശ്രമിക്കുക, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും ഇത് കേട്ട് വിടുന്നവരുണ്ടാവാം, കേൾക്കും, ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് പോവും, അങ്ങനെ. അപ്പം ഇത് പ്രായോഗികമാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂമിൽ, നമ്മളുടെ ബെഡ്റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു ഇടം നമ്മൾ കണ്ടുപിടിക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു ബെഡ്റൂമോ ഹാളോ ലിവിങ് റൂമോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇരിക്കാനോ കിടക്കാനോ പറ്റുന്ന ഒരു സ്ഥലം. ഒരു കട്ടിലാണെങ്കിൽ വളരെ നന്നായി, കിടപ്പുമുറി തന്നെ ആയിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കുക. കതകുകളും ജനാലകളും ഒക്കെ അടച്ച് എല്ലാ വിളക്കും കഴിയണത് നമ്മൾ രാത്രിയിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. ഈവനിങ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇപ്പം പറഞ്ഞു തരുന്നത്. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ, ഈ മെത്തേഡ് നമ്മൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്താൽ, നമ്മൾ കട്ടിലിൽ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തറയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, തറയിലെന്ന് പറഞ്ഞാൽ ഒരു മാറ്റ് വിരിച്ചിട്ട്, ഒരു പായ വിരിച്ചിട്ട് അതിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണ് പാതി തുറന്നാൽ കാണാവുന്ന, നേരെ കാണാവുന്ന, കണ്ണ് പാതി തുറക്കുമ്പോൾ കാണുന്നൊരു വെളിച്ചം, മെഴുകുതിരിയോ അല്ലെങ്കിൽ വിളക്കോ അല്ലെങ്കിൽ ടേബിൾ ലാമ്പോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ കാണാൻ പറ്റണം കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരു ചുവപ്പ് നാളമുള്ള ഒരു വെളിച്ചം നമ്മൾ കത്തിച്ച് വെക്കുക. ബാക്കിയെല്ലാം ലൈറ്റുകളും ഓഫ് ചെയ്തിട്ട് കട്ടിലിൽ മലർന്ന് കിടക്കുക. കണ്ണൽപ്പം മാത്രം ഉയർത്തിയാൽ കാണാവുന്ന വിധത്തിലായിരിക്കണം നാളത്തിൻ്റെ സ്ഥാനം. കട്ടിലിൽ കയറിക്കിടന്ന ശേഷം ശരീരത്തിന് ആവുന്നത്ര അയവ് വരുത്തുവാൻ ശ്രമിക്കുക. കാൽവിരലുകൾ തുടങ്ങി മേൽപോട്ട് ശരീരത്തിൻ്റെ ഓരോ അവയവവും ഓരോന്നായി ഒന്നൊന്നായി അയയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരീരത്തിന് മൊത്തത്തിൽ അയവ് വന്നു എന്ന് തോന്നിയാൽ കണ്ണുകൾ ഉയർത്തി നാളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിൻ്റെ പ്രകാശം നിങ്ങൾക്ക് മയക്കം വരുത്തുന്നതായി തോന്നും വരെ ഇത് ചെയ്യുക. പത്തെണ്ണുന്ന സമയം കൊണ്ട് നിങ്ങളുടെ കൺപോളകൾ താനേ അടയുമെന്ന് തീരുമാനിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പത്തെണ്ണി കഴിയുമ്പോൾ
ഇനി എൻ്റെ കണ്ണുകൾ കൺപോളകൾ തുറക്കില്ല എന്ന് നിങ്ങളോട് തന്നെ പറയണം. പത്തെണ്ണി കഴിയുമ്പോൾ അങ്ങേയറ്റം സുഖകരമായ ഒരു അനുഭൂതിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ജീവിത പ്രാരാബ്ധങ്ങൾ നിങ്ങളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നതായി നിങ്ങൾക്ക് തോന്നും. ഇനി എന്താകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതായി തീർന്നിരിക്കുന്നതായി സങ്കൽപ്പിക്കുക. ഈ പുതിയ നിങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക. നിങ്ങളുടെ സങ്കല്പശേഷി പരിപൂർണമായും ഏകാഗ്രമായിരിക്കണം. ഇതിൽ എത്രത്തോളം നിങ്ങൾ വിജയിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാനാകും. ഏതാനും ദിവസത്തെ പരിശീലനം കൊണ്ട് നിങ്ങൾക്കിത് വളരെ നിഷ്പ്രയാസം സാധിക്കാവുന്നതേയുള്ളൂ. ഈ ഒരു പ്രക്രിയ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. പോകെ പോകെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. ആദ്യം നമ്മൾ ചെറിയ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെ, പെട്ടെന്ന് നടക്കാവുന്ന ഒരാഗ്രഹങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിൽ ഇതുപോലെ സങ്കല്പിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങാൻ കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്കതൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നമുക്കതിനുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തെ തരം വിശ്വാസം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. സർവ്വവ്യാപിയായ നമ്മളുടെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ നമ്മളുടെ ഒരു വിശ്വാസമുണ്ട്, ഒരു നാഥൻ അല്ലേ. അത് നമ്മൾ പറഞ്ഞു നേരത്തെ. ഈശ്വരവിശ്വാസമാണ് യഥാർത്ഥമായ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ദൈവത്തിലും നിങ്ങളിൽ തന്നെയും മറ്റുള്ളവരിലുമുള്ള വിശ്വാസമാണ് യഥാർത്ഥമായ ആത്മവിശ്വാസം. കാരണം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അംശമാണ്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആത്മവിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല. കാരണം അത് നിങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ ലഭിച്ചിരിക്കും. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുക. വിശ്വാസത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. വിശ്വാസം എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നും അതിനെ എപ്രകാരം ശക്തിപ്പെടുത്താമെന്നും നമുക്കിനി അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ഇതുവരെ കണ്ടും കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും ഒന്നും കൂടെ അറിയിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക്, കമൻസൊക്കെ തരിക. അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കണു. നല്ല നല്ല അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം കൂടെ അറിയിക്കുകയാണ്. 300 സബ്ബായിട്ടുണ്ട്. 300 സബ്ബായി വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം പുതിയ മെമ്പേഴ്സിനെല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവും സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, എല്ലാവരും ഇതൊക്കെ ചെയ്യട്ടെ, എല്ലാവരിലും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.